ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 18-ാം സങ്കീർത്തനം 3-ാം വാക്യം. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ നിലവിളി കേട്ട ദൈവം നാളെയും എൻ്റെ നിലവിളി കേട്ട് ഉത്തരമരുളുമെന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിക്കുവാൻ ദാവീദ് തീരുമാനിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം വിടുവിച്ചു എന്നുള്ളതാണ് വരുന്ന നാളുകളിലും വിടുവിക്കുമെന്നതിൻ്റെ ഉറപ്പ്. ദൈവത്തോടുള്ള പ്രാർത്ഥന സ്തുതിയും നന്ദിയും ചേർന്നുള്ളതായിരിക്കണം. ദൈവത്തിൽ നിന്നും നന്മ പ്രാപിക്കുവാനുള്ള ഉപാധിയായി നമ്മുടെ വിശ്വാസം ഉപയോഗിക്കപ്പെടണം. കാരണം ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. സങ്കീർത്തനം 50-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. പ്രിയ സ്നേഹിതരെ, നമ്മുടെ പ്രതിസന്ധികളിൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രതികൂല സാഹചര്യ മധ്യത്തിൽ നമുക്കവനെ വിളിച്ചപേക്ഷിക്കാം. അവൻ നമ്മെ വിടുവിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.